തങ്കമണി റിലീസിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി നിങ്ങൾ തരുന്ന ട്രമൻഡസ് സപ്പോർട്ട് അതിൽ എന്താണ് പലർക്കും സമയം കിട്ടാത്തവരുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഏറെക്കുറെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെന്ന് കരുതുന്നു. ഇവർക്കൊക്കെ നമ്മുടെ സിനിമയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, ഇവർക്കൊക്കെ മറ്റു കാര്യങ്ങൾ എന്താണ് പറയാനുള്ളത് നോക്കാം. ദിലീപേട്ടനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അല്ല തുടങ്ങണത് ഞാൻ തുടങ്ങി. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരോ സിനിമകളൊക്കെ ആയിട്ട്. നിങ്ങൾ എങ്ങനത്തെ സിനിമകളാണ് എന്നുള്ളത് ജനമധ്യത്തിലേക്ക് എത്തിക്കുന്ന ആളുകളാണ്. വലിയ സന്തോഷം. ഇത്തവണ നമ്മൾ കാണുന്നത് തങ്കമണി എന്ന സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് നമ്മളിവിടെ എല്ലാവരും കൂടിയിരിക്കുകയാണ്. മാർച്ച് 7-നാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1986 സംഭവിച്ച തങ്കമണി സംഭവം കേരള സമൂഹത്തെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. അന്ന് ഒരു ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുകയും പിന്നീട് പുതിയൊരു ഗവൺമെൻറ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തൊരു സമൂഹത്തെ ഞെട്ടിപ്പിച്ചൊരു സംഭവം തന്നെയായിരുന്നു. ആ സമയത്ത് നമ്മളൊക്കെ കോളേജ് പഠിക്കുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് പത്രങ്ങളിലൂടെ വാർത്തകളിലൂടെ മാത്രമേ തങ്കമണിയെന്ന് അറിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഈ സിനിമയുടെ കഥാചർച്ചയും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴാണ് തങ്കമണി എന്ന ഗ്രാമത്തിൻ്റെ വേദന കൂടുതൽ ആഴത്തിൽ മനസ്സിലായത്. ഇതൊരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുണ്ടാക്കിയ ഈ സിനിമ ഫിക്ഷൻ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. 2 കാലഘട്ടമുണ്ട്. 2 കാലഘട്ടത്തിൽ അഭിനയിച്ചിരിക്കുന്ന കലാകാരന്മാരും കലാകാരികളുമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിലെല്ലാവരും നിങ്ങൾക്ക് പരിചയമുണ്ട്. നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്, കന്നഡ, തെലുങ്കു സിനിമകളിൽ വളരെ സജീവമായ അവിടുത്തെ ഏറ്റവും വലിയ ഹീറോയിൻസിൽ ഒരാളാണ് പ്രണീത സുഭാഷ്. നമ്മുടെ ഈ സിനിമയിൽ വന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു കഥാപാത്രത്തെയാണ് പ്രണീത ജി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മലയാള സിനിമയിൽ സജീവമായി കൊണ്ടിരിക്കുന്ന നീതപ്പിള്ള ഇതിൽ മറ്റൊരു കഥാപാത്രമാണ്. ഞാൻ ഇവരെ രണ്ടുപേരെ ആദ്യം പരിചയപ്പെടുത്താം, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുണ്ട്. ഇതിൽ വളരെ എനിക്ക് പ്രത്യേകം അറിയാം, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് അജ്മൽ ഈ സിനിമയിൽ വന്ന് ഒരു പ്രധാന കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. പൈസ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, അതൊന്നുമല്ല. വല്ലതുണ്ടോ എന്ന് ചോദിച്ചിട്ട് അല്ല, പറഞ്ഞു തീർന്നില്ല. എനിക്ക് കിട്ടിയ ചാൻസ് ഒന്ന് യൂസ് ചെയ്യാൻ അല്ല, ഫ്ലോ കളഞ്ഞില്ല. അപ്പോൾ അജ്മൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കൺട്രീസിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത്. ഇപ്പോൾ ഈ സിനിമയിൽ അവരിവിടെ ഇല്ല. മനോജ് കെ ജയൻ, സിദ്ദിഖും മനോജിയും നേരത്തെ തുടങ്ങി പല സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുകയൊക്കെ ഉണ്ടായതാണ്. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ മറ്റു ആളുകൾ കൂടുതൽ പുതിയ കോംബോ ആണ് ശരിക്കും. പിന്നെ അമ്പിയ ചേച്ചി, പുള്ളിക്കാരത്തെ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സ്മിനു ഒരുമിച്ച്, വോയിസ് ഓഫ് സത്യനാഥൻ. പിന്നെ ഇവർ ശിവകാമിയും സുദേവൊക്കെ നമുക്ക് പുതിയ ആൾക്കാരാണ്. സംവിധായകൻ എനിക്ക് പുതിയ ആളാണ്. പിന്നെ രമ്യ കോടതി സമക്ഷം ബാലമക്കിൽ അഭിനയിച്ചിട്ടുണ്ട്. മാളവികയും പുതിയതാണ്. അസീസ് നമ്മൾ ആദ്യമായിട്ടാണല്ലേ. രമേശ് ചേട്ടൻ പിന്നെ വോയിസ് ഓഫ് സത്യനാഥൻ. അപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള സൗഹൃദവും ഈ സിനിമയുടെ വരവിനെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മളോട് കൂടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ സിനിമ ഞാൻ ചെയ്ത ആബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് തങ്കമണി എന്ന നമ്മുടെ നാടിന് നടുക്കിയ സംഭവത്തിലേക്ക് ഈ ഒരു സിനിമയാവുന്നതും. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങൾ ബാക്കി എല്ലാവരും നിങ്ങളുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് പറയുന്നതായിരിക്കും. അങ്ങനെയൊക്കെ അല്ലേ എൻ്റെ രീതികൾ. Pranitaji, please say something about our film and your experience in our set. Ellarkum namaskaram. Very happy to be here in the Malayalam industry, and for my debut Malayalam movie,
where Dilip sir is starring. I think it's amazing. And the entire team, Ratish sir and producer Garu, everyone's really taken very good care of me. And when I first came to the set, A, I didn't know Malayalam, and B, even the role was very new to me because it's a cop role, and this is the first time I was donning a khaki. And I really wanted to thank the entire team for putting in that effort, because by the last day, I think they could also envision that cop in me. So I really enjoyed the entire experience, and I'm really looking forward to the movie, and I hope you all love it. Thank you. അസീസ് ഭായ് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് കാലത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ദിലീപേട്ടൻ്റെ കൂടെ ഒരു പടം ചെയ്യുക എന്നുള്ളത്. പക്ഷേ അത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ദിലീപേട്ടൻ്റെ ജോണർ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അറിയാമല്ലോ, ഒരു ഹ്യൂമർ, ജനങ്ങളെ തിയേറ്ററിനെ ചിരിപ്പിച്ച് കുലുക്കുന്ന ആ രീതിയിലുള്ള സിനിമയാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് എനിക്ക് ദിലീപേട്ടൻ്റെ സിനിമയിൽ കിട്ടിയത്. അത് എന്നെ വിളിച്ച രതീഷ് ഭായോടും ഞാൻ മതിയെന്ന് സമ്മതിച്ച ദിലീപേട്ടനോടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല ഇപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞ പോലെ ഇത് 96 നടക്കുന്ന ഒരു 86 നടക്കുന്ന ഒരു സംഭവമായിരുന്നു. ആ കഥയെ ആസ്പദമാക്കിക്കൊണ്ട് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതായത് ഒരു രാഷ്ട്രീയത്തിന്, ഒരു ഭരണകൂടത്തെ തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമാണ്. ഇപ്പോൾ ഒരുപാട് പേർക്ക് സത്യം പറഞ്ഞാൽ ഇത് അറിയത്തില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ട്രെയിലറും നമ്മുടെ സോങ്ങും ഇതൊക്കെ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് റിയാക്ഷൻസ് വീഡിയോ യൂട്യൂബിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്, സിനിമയെക്കുറിച്ച്. അപ്പോൾ അത് കണ്ട് ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു സുഹൃത്ത് ചോദിച്ചു, ഇതെന്താണ് തങ്കമണി സംഭവം, എടാ ഈ പടം എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞ്, നിനക്ക് എന്ന് നിൻ്റെ മൊയ്തീൻ്റെ കഥ അറിയാമോ എന്ന് ചോദിച്ചു. ഈ പടം കണ്ടിട്ടല്ലേ മനസ്സിലാക്കിയുള്ളൂ, അതുപോലെ ഇത് നിനക്ക് മനസ്സിലാവും, എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഈ പടം മാർച്ച് 7-ാം തീയതി റിലീസാണ്. നമ്മൾ വലിയ ആധികാരികമായിട്ടൊന്നും ബാഹുബലി മോഡലൊന്നും സംസാരിക്കുന്നില്ല. ഒരു കുഞ്ഞ് ഫാമിലി സിനിമയാണ് നമ്മുടെ തങ്കമണി എന്ന് പറയുന്നത്. എല്ലാവരും ഇത് കൈനീട്ടി സ്വീകരിക്കുമെന്ന്. ഇപ്പോൾ മലയാള സിനിമയെ ഇത് കൈനീട്ടി സ്വീകരിച്ച് തിയേറ്ററിലൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് പോലും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയിലാണ്. ആ സന്തോഷമാണ്. അതുപോലെ ഇത് നമ്മുടെ സിനിമയും ഇത് കൈനീട്ടി സ്വീകരിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, കാലുപിടിക്കുന്നു. നമസ്കാരം. എന്നെ സംബന്ധിച്ചോളം ഇത് ആദ്യമായിട്ടാണ് എൻ്റെ കരിയറിൽ ഒരു ക്യാരക്ടർ എനിക്ക് എൻ്റെ ബെൻസ് കാറില്ല, കൂളിംഗ് ഗ്ലാസ് ഇല്ല, ഇറ്റാലിയൻ സൂട്ട്സ് ഇല്ല, സിൽപ്പർ ചെരുപ്പ്, അതെ ചെരുപ്പൊക്കെ ഇട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് എന്നിൽ എൻവിഷൻ ചെയ്തതിന് രതീഷ് ഭായിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, ആരെങ്കിലും ഒന്ന്, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആരെങ്കിലും ഒന്ന് വിളിക്കണേ, വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ എനിക്ക് കഴിവുണ്ടെന്ന് ആൾക്കാർക്കും ബോധ്യപ്പെടണം. എങ്ങനെ ഞാനത് പ്രൂവ് ചെയ്യും എന്ന് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നു. അതേസമയം ദിലീപേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരവും കിട്ടി. അപ്പോൾ അതൊക്കെ എനിക്ക് ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. വലിയൊരു കൾച്ചറലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൊമെൻ്റാണ്. അപ്പോൾ അതും ഈ സിനിമയിലോടുകൂടി ഓഡിയൻസിന് വളരെയധികം വാല്യൂ നൽകും. അപ്പോൾ എല്ലാവരും തീർച്ചയായും തിയേറ്ററിൽ പോയി കാണുക. ഇതുപോലത്തെ സിനിമകൾ ഇനിയും വരട്ടെ. ഒരു സംശയം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഓഡിയോ കറക്റ്റാണ്? ഈ മൈക്കിലൊക്കെ ഇങ്ങനെ സംസാരിച്ചാൽ മതി, കുഴപ്പമില്ലല്ലേ? ആ കിട്ടില്ല ഇല്ല പറഞ്ഞോ, ഇവരൊക്കെ എന്താ പറഞ്ഞേ? ശിവകാമി പറ. ഒരുപാട് സന്തോഷം. ഞാനിതിലൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം അതെ, പ്രധാനമുള്ളതാണ്. കുറച്ച് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ ബാനറിൽ ദിലീപേട്ടൻ്റെ കൂടെ ആസ് എ ബിഗിനർ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാനിതിനെ കരുതുന്നു. എനിക്ക് സാറിനോടാണ് താങ്ക്സ് പറയാനുള്ളത്. സാറാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. എൻ്റെ ഒരു പടം കണ്ടിട്ട് സാറ് ഡയറക്റ്റ് വിളിക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യാണ് റിലീസിന് വേണ്ടിയിട്ട്. എല്ലാവരും കാണണം പടം. എനിക്കും പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ ദിലീപ് പറഞ്ഞ പോലെ ഞാൻ ദിലീപിൻ്റെ അമ്മയായിട്ടും അമ്മായിമ്മയൊക്കെ ആയിട്ടും ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാമായിട്ടൊരു
അമ്മയായിട്ട് ഞാൻ ചെയ്യുന്നൊരു പടമാണ്. പിന്നെ ആ തങ്കമണിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെറിയ കഥാപാത്രമാണെങ്കിലും ശക്തമായൊരു കഥാപാത്രമാണ്. അത് ധൈര്യപൂർവ്വം എനിക്ക് തന്ന ഡയറക്ടറോട് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പടം നിങ്ങളെല്ലാവരും കാണണം. നിങ്ങൾ തരുന്ന പ്രോത്സാഹനവും സ്നേഹവും അനുഗ്രഹവും ഒക്കെയാണ് എന്നും ഞങ്ങളെപ്പോലെയുള്ള കലാകാരന്മാരുടെ വിജയത്തിന് പിന്നിൽ. തുടർന്നും അതുണ്ടാകണമെന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദിലീപേട്ടൻ്റെ കൂടെ രണ്ടാമത്തെ മൂവിയാണ് വോയിസ് ഓഫ് സത്യനാഥ് കഴിഞ്ഞ് തങ്കമണി. ദിലീപേട്ടൻ്റെ ഒരുപാട് സിനിമകൾ കണ്ട് ഒരുപാട് ചിരിക്കുകയും അതിലെ ഡയലോഗുകളൊക്കെ പറഞ്ഞ് പരസ്പരം ട്രോളുകയും ചെയ്തിരുന്ന എനിക്ക് ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. ഇപ്പോൾ അടുത്തിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്നത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അജ്മൽ ഭായ്, നിങ്ങളാണ് നമുക്ക് പ്രൊമോഷനൊക്കെ വരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് മുങ്ങി. തിരക്കുള്ള ആൾക്കാരാണ്. ദിലീപേട്ടനോടുള്ള ഇഷ്ടം തന്നെയാണ് തങ്കമണി അഭിനയിക്കാനുള്ള പ്രധാന കാരണം. ദിലീപേട്ടനോടുള്ള മൂന്നാമത്തെ സിനിമയാണത്. ആദ്യത്തെ സിനിമ അരികെ, പിന്നെ 2 കൺട്രീസ്, പിന്നെ ഇപ്പോൾ തങ്കമണി. അരികയിലും 2 കൺട്രീസിലും ദിലീപേട്ടൻ സ്നേഹിച്ച് റെഡിയാക്കി സെറ്റ് ചെയ്ത് കല്യാണം കഴിക്കുന്ന പെൺകുട്ടികളെ അടിച്ചുകൊണ്ട് പോകാനാണ് എൻ്റെ പരിപാടി. ആദ്യ സിനിമയിൽ സമ്പർദാ സുനിലിനെ അരികയിലും മറ്റേ ഇഷാ ഗോപിക്കറിനെ 2 കൺട്രീസിലും എനിക്ക് കിട്ടി. പ്രേക്ഷകരും ദിലീപേട്ടൻ്റെ ക്യാരക്ടറും എങ്ങനെയെങ്കിലും തലേന്ന് പോകണമെന്നുള്ള സമയത്താണ് ഞാൻ ദിലീപേട്ടനൊന്ന് രക്ഷിക്കണത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടമാണ്. ഈ സിനിമയിൽ പ്രണീതയാണ് എൻ്റെ പേര്, പക്ഷേ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ പ്രണീതയ്ക്ക് ദിലീപേട്ടനായിട്ടാണ് ഉള്ളത്. 2 കാലഘട്ടത്തിലാണ് ഈ സിനിമ പറയുന്നത് തന്നെ. ദിലീപേട്ടനും ഞാനുമായിട്ടുള്ള സീക്വൻസുകൾ ദിലീപേട്ടൻ ഒരു വയസ്സായ കഥാപാത്രം ചെയ്തത്. എനിക്ക് ദിലീപേട്ടൻ എപ്പോഴും ഇങ്ങനെ ചുള്ളനായിട്ട് മിടുക്കനായിട്ട് കൊച്ചു പയ്യനായിട്ട് കാണാൻ എനിക്കിഷ്ടം. എന്തായാലും രതീഷ് ഏട്ടനൊക്കെ സിനിമ തുടങ്ങിയപ്പോൾ ആദ്യത്തെ 15 ദിവസം പനിച്ച് തുള്ളി കിടന്നിട്ടും രാവിലെ മുതൽ രാത്രി വരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മേക്ക് ചെയ്ത സിനിമയാണിത്. എടുത്തു പറയേണ്ട മറ്റൊരാൾ ഇതിൻ്റെ ടെക്നീഷ്യൻ മനോജ് സാറ്. അതേപോലെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട്. ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ, പിന്നെ അതെ, അങ്ങനെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളാണ് തങ്കമണി. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഫൈറ്റിന് ശേഷമാണ് ഞങ്ങൾ തങ്കമണി റിലീസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും വരണം, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. താങ്ക് യു സോ മച്ച്. Namaskaram. First and foremost, thank you for all your time and for having us here. മലയാളം Yes. വാമപ്പ് ചെയ്യാം. അറിഞ്ഞൂടാത്തോണ്ടല്ല ഇംഗ്ലീഷ്, നല്ല നമുക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ല. ഇതെൻ്റെ 4ാമത്തെ ഫിലിമാണ്. സന്തോഷം മാത്രമേ ഉള്ളൂ ടു ബി എ പാർട്ട് ഓഫ് ദിസ് ടീം. അതിന് പ്രൊഡ്യൂസേഴ്സിനോടും പിന്നെ രതീഷ് സാറിനോടും മൊത്തം ഫുൾ ടീമിനോടും ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. പിന്നെ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയതും മിക്കവരായിട്ടും പറഞ്ഞ പോലെ 2 പീരീഡിലാണ് ഈ ഫിലിം. അപ്പം ഞാൻ ഒരു പീരീഡിൽ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ മിക്കവരായിട്ടും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. മോസ്റ്റ് ഓഫ് ദം ഐ ഡോണ്ട് തിങ്ക് ഐ ഹാഡ് ഞങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല, ഇവൻ അജ്മലായിട്ടില്ല. പക്ഷെ ബാക്കി എല്ലാവരുമായിട്ടും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പറഞ്ഞ പോലെ March 7th റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. പിന്നെ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഞാൻ ഇത്രയും കാലം ചെയ്തതെന്ന് ഒരു പോളാർ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറാണിത്. വളരെ ടിമിഡ്, ഒതുങ്ങിയ ഒരു ക്യാരക്ടറാണ്. അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമസ്കാരം. എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്, ഭാഗ്യമാണ്. കാരണം കഥയില്ലേ, കഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. കഥ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവർക്കും അറിയാവുന്നതല്ലോ. ഇനി അറിയാത്ത 1-2 പേര് വരുമ്പോൾ അവർക്കൊന്നും മനസ്സിലാക്കാൻ. അതുപോലെ അങ്ങനെ നല്ല പ്രായത്തിൽ ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവമാണ് ഈ കഥ. എൻ്റെ ചെറുപ്പത്തിൽ. അപ്പം വൺസ് അപ്പോൺ എ ടൈം. അപ്പം അന്ന് ഈ സിനിമ, ഈ കഥ, ഇങ്ങനെ സംഭവങ്ങൾ ഓരോ ദിവസവും പത്രങ്ങളിലൂടെയും ഒക്കെ നമ്മൾ അറിയുമ്പം മനസ്സിലുണ്ടായ ഒരുപാട് വിചാരങ്ങളും മറ്റ് അവസ്ഥകളും ഉണ്ടായിരുന്നു.
ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഡയറക്ടർ ഓരോ കാര്യങ്ങളും പറയുമ്പം അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു കാഴ്ചപ്പാട് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് എനിക്കന്ന് ബോധ്യമായി. കാരണം മനുഷ്യൻ്റെ മനസ്സിൽ, അന്നത്തെ ആളുകളുടെ മനസ്സിൽ എത്താത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ടായിരുന്നു. കാരണം അന്ന് മീഡിയകളിലൂടെ കിട്ടുന്ന ആ അറിവ് മാത്രമേ അന്നത് ഈ തങ്കമണിക്ക് പുറത്തുള്ള അല്ലെ കട്ടപ്പന ഏരിയയ്ക്ക് പുറത്തുള്ള ആളുകൾക്ക് അറിയാമായിരുന്നുള്ളൂ. പക്ഷേ അതിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ അന്ന് ആ ഏരിയയിലുണ്ടായിരുന്ന, അതായത് അനുഭവിച്ച ആളുകളുടെ മനസ്സിലും അവരുടെ വീടുകൾക്കുള്ളിലും ഒക്കെ ഒതുങ്ങിപ്പോയ ഒരുപാട് ദയനീയമായ അല്ലെങ്കിൽ വികാര നിർഭരമായ ഒരുപാട് സന്ദർഭങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് ഈ സിനിമയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്ക് അതിനെക്കുറിച്ചൊരു ഏകദേശ രൂപം കിട്ടിയോണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്, ഒരുപാട് സന്ദർഭങ്ങൾ ഇതിനകത്ത് നിങ്ങൾ അറിയാത്തതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വാർത്താ മീഡിയകളുടെ അറിയാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അത് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. അത് സംവിധായകൻ അതിൻ്റെ എല്ലാ മേഖലയിലൂടെയും പോയി അല്ലെ എല്ലാ തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് വളരെയധികം ഒരു പൂർവ്വചരിത്രത്തിൻ്റെ ഒരു വെളിപാട് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വഴി തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരുമെന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിൽ എല്ലാവരോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. പേരൊന്നും എടുത്ത് പറയാൻ സ്ക്രീനിനകത്ത് നിറഞ്ഞിരിക്കുമൊന്നുമില്ല, അതുപോലെ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പം അത്രയും ഒരു വലിയ ആർട്ടിസ്റ്റുകളുടെ ഒരു ബാഹുല്യത്തിനകത്ത് ഒരു ആർട്ടിസ്റ്റായിട്ട് വരാൻ കഴിഞ്ഞതിൽ വളരെയധികം ഭാഗ്യമുണ്ട്. അതിന് ഇതിൻ്റെ പ്രൊഡ്യൂസറോടും അതുപോലെ ഡയറക്ടറോടും ബാക്കിയുള്ള എല്ലാ എൻ്റെ സഹപ്രവർത്തകരായ ആർട്ടിസ്റ്റുകളോടും ഒക്കെ നന്ദി പറയുന്നു. നമസ്കാരം. പിന്നെ പ്രൊഡ്യൂസർ എൻ്റെ ഒരു പയ്യനാണ്, അതുകൊണ്ട് ഒരു കോ പ്രൊഡ്യൂസർ സുജിത്ത് എൻ്റെ ഒരു പയ്യനൂടെയാണ്. അതിൽ വളരെയധികം ആ ഒരു ആത്മാർത്ഥത അപ്പോൾ ഈ ഇത് അല്ലാത്തതിനോട് ഇല്ല എന്നുള്ളതല്ല, അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു അടുപ്പം ഒരു ഇതുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സിനിമയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ വേറെ 3-4 പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇതൊരു എഫർട്ട് കൂടിയ ഒരു സിനിമയായിരുന്നു, ഒരുപാട് ഇത് ഉണ്ടായിരുന്ന സിനിമയാണ്. ഏതായാലും ഇത് സക്സസ് ആകും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി അതിന് നിങ്ങളുടെ സഹായമാണ് ഞങ്ങൾക്ക് ആവശ്യം. പൂർണ്ണമായിട്ടും നിങ്ങൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണണം, കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്നും വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു നടൻ എന്നുള്ള രീതിയിൽ, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ വളരെ അതെ ഇതൊരു ഓട്ടാണ്. ഇതൊരു ഓട്ടാണ്. അവർ തിയേറ്ററിൽ വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഇതിലെ ഓരോ വോട്ടും വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആ വോട്ട്, നിങ്ങളുടെ കാഴ്ച എന്ന് പറയുന്ന വോട്ട് തന്ന് ഞങ്ങളെ സഹായിക്കണം, അല്ലെങ്കിൽ ഈ പടം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കും. അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ദിലീപിൻ്റെ പടം കൂടിയാണ്, അങ്ങനെ പറയണം. കാരണം ഞാൻ ദിലീപിൻ്റെ കൂടെ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒത്തിരി പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഓരോ സീൻ ചെയ്തും ഞാനൊരു സീൻ കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയി. കാരണം ആ സീനിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, പക്ഷേ അതുകൊണ്ട് എല്ലാവരും പോയി കാണണം. ഞാനത് സസ്പെൻസ് ആയിട്ട് വെച്ചതായിരുന്നു. ഇതുവരെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അഭിനയ ശൈലി തന്നെയാണ് ഇതിനകത്ത് സ്വീകരിച്ചത്. പറഞ്ഞോട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയൊരു ആഗ്രഹം ഏകദേശം സഫലീകരിച്ച ഒരു മോഡിൽ എത്തിക്കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു സന്തോഷത്തിലാണ് ആക്ച്വലി. കാരണം അത് നടത്തി തന്ന ദിലീപ് ഏട്ടനും പ്രതീഷ് ഏട്ടനും സുജിത്ത് ഏട്ടനും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. കാരണം കുറച്ച് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു ക്യാരക്ടർ ചെയ്യുക, നല്ലൊരു ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. അതെനിക്ക് തോന്നുന്നു അത് തങ്കമണിയിലൂടെയാണ് ഇപ്പോൾ ആ ഒരു ആഗ്രഹം നടക്കുന്നത്. അപ്പോൾ രതീഷ് ഏട്ടൻ ആണ് ആദ്യം എടുത്ത് പറയേണ്ടത്. കാരണം അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോരുത്തർക്കും ഒരു സീനിന് മുമ്പ് അതിങ്ങനെ ആ സ്റ്റോറി ഫുൾ ഇൻജെക്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് വിടുക. അപ്പോൾ നമുക്ക് ആ ഒരു സെറ്റിൽ ആരെ കണ്ടാലും ദിലീപേട്ടനെ കണ്ടു കഴിഞ്ഞാൽ തങ്കമണിയിൽ അവിടുത്തെ ആളാണ്.
ഇപ്പോൾ നീരജ് ചേച്ചിയുടെ ക്യാരക്ടർ ആണെങ്കിൽ അതേപോലെ രതീഷ് ചേട്ടനും സ്ക്രിപ്റ്റും ഡയറക്ഷനും ആണെങ്കിൽ കൂടെ നമ്മൾ അവിടെ ആരോ ആയിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ദിലീപേട്ടൻ പറഞ്ഞു 3 മാസത്തോളം അവിടെ ഉണ്ടായി അതിനെപ്പറ്റി എല്ലാം അറിഞ്ഞിട്ട് ചെയ്തൊരു മൂവിയാണ്. അപ്പോൾ അത് നമുക്ക് ആളുടെ കണ്ണിലൂടെ ശരിക്കും കാണാം. അപ്പോൾ അങ്ങനെ ഒരു മൂവി എനിക്ക് ഭാഗമായി ഞാൻ അതിൽ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഇത് റിലീസായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, കൂടെ ഉണ്ടാവുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ ബാനറിൽ രതീഷ് സാറ് ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ ദിലീപേട്ടൻ നായകനാവുന്ന തങ്കമണി എന്ന ഈ സിനിമയിലൊരു നല്ല വേഷം ചെയ്തിട്ടുണ്ട്. അതിനാദ്യമേ താങ്ക്സ് പറയുകയാണ് രതീഷ് ചേട്ടനോടും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനോടും സുജിത് സാറിനോടൊക്കെ. കാരണം ഒരുപാട് ആഗ്രഹമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ദിലീപേട്ടനായിട്ട് ഒരു സിനിമ ചെയ്തത്. അതിലൊരു ചെറിയ വേഷമായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. സോ അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ സാറുമായിട്ട് വീണ്ടും വർക്ക് ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ കരിയറിൽ വെച്ചിട്ട് ഞാൻ എന്താ പറയുക, ഇത്രയും നാളത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ വെച്ചിട്ട് തന്നെ ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുകയാണ് തങ്കമണി. മാർച്ച് 7 റിലീസ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ നമ്മുടെ ഈ സിനിമയിൽ ഉണ്ടായിരിക്കണം. താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾക്ക് എന്തുമാവാം. ഒന്നുമില്ല, അങ്ങനെ ബോധപൂർവ്വം ഹൈപ്പ് കുറയ്ക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. എന്താ അധികമായിട്ടൊന്നും പറയുന്നില്ല. ഹൈപ്പ് കുറയ്ക്കണം, മനഃപൂർവ്വം ഹൈപ്പ് കുറച്ച് ഇട്ട് ഒന്നുമില്ല. ഇതാണ് സിനിമ. ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ തമ്മിൽ സംസാരിച്ചതും ഇപ്പോൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാണ്. പിന്നെ ഇവർ ഭയങ്കരമായിട്ട് എല്ലാ പ്രൊമോഷനും എല്ലാ ആർട്ടിസ്റ്റുകളും പറയുന്ന ഏറ്റവും കൂടുതൽ തവണ പറയുന്ന വാക്ക് വ്യത്യസ്തം എന്നാണല്ലോ. അത് ഇവർ പറയുന്നതേ കൊണ്ട് വേറെ വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, കുടുംബമായിട്ട് വന്ന് കാണാവുന്ന ഒരു സിനിമ, കുടുംബമായിട്ട് കണ്ടിരിക്കേണ്ട സിനിമ, ഈ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ദിലീപേട്ടനോട് സംസാരിച്ചു. ദുരന്തങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ദുരന്തങ്ങൾ പോലും നമ്മളിലേക്ക് വരും എന്ന് നമ്മൾ വിചാരിക്കില്ല. തങ്കമണി സംഭവം നമ്മൾ പണ്ടെങ്ങോ കുറേ പേരുടെ ജീവിതത്തിൽ നടന്നതായിട്ടാണ് കാണുന്നത്. ഇതിപ്പോഴും ആ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഭരണകൂട ഭീകരത, അധികാര ഭീകരത എന്നൊക്കെ പറയുന്ന ആ സാധ്യത എല്ലാ കാലത്തും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഏത് നിമിഷവും ഒരല പോലെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിലേക്ക് വന്ന് കയറാം. അപ്പോൾ ഹൈപ്പ് അങ്ങനെ മനഃപൂർവ്വം കുറയ്ക്കൊന്നുമില്ല മോനെ. ഇതൊക്കെയാണ്. നമ്മളിപ്പോൾ 2018 എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ നമ്മൾ തൊട്ടടുത്ത് നമ്മൾ കണ്ടറിയുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്ത ആൾക്കാരാണ്. ഇവിടുന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് ആ സിനിമ. നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു അതിൽ. പക്ഷെ അത് എങ്ങനെ റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, അതിൽ പുതിയതായിട്ട് എന്താണ് ഉള്ളതെന്ന് അറിയാനുള്ള ജിജ്ഞാസ തന്നെയാണ് നമ്മളെല്ലാവരും ആ സിനിമ കാണാൻ പ്രേരിപ്പിച്ചത്. എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കറിയാവുന്ന റിയൽ ഇൻസിഡൻസ് ഇപ്പോൾ ഒരുപാട്, ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് വരെ ഉള്ളതിൽ വന്നപ്പോൾ നമ്മൾ ആ സിനിമ കാണാൻ എന്തുകൊണ്ട് ആ സിനിമ സക്സസ്ഫുൾ ആവുന്നു, നമ്മളെല്ലാവരും കൂടി അത് നമുക്കറിയാവുന്നതാണ്. നമ്മൾ 18 വർഷം മുമ്പ് നമ്മളിത് അറിഞ്ഞതാണ്. നമുക്ക് ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത് കാണാൻ പോകുന്നു, എന്താണ് ഇവർ ചെയ്തു വെച്ചേക്കണേ എന്നുള്ളത് അറിയാനുള്ള ജിജ്ഞാസയുണ്ട്. അതുപോലെ പക്ഷേ ഈ സിനിമയിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ റിയാലിറ്റിയും ഫിക്ഷനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതിലെന്താ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരാൾ കേസ് കൊടുത്തതൊക്കെ. അദ്ദേഹത്തിന് അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് അത് കോടതിയിൽ എത്തിക്കുകയും കോടതി അത് സെൻസർ ബോർഡ് കാണട്ടെ എന്ന് തീരുമാനിക്കുകയും സെൻസർ ബോർഡ് കണ്ടപ്പോഴാണ് തങ്കമണി എന്നുള്ള പേര് ആ സിനിമയ്ക്ക് യോജ്യമാണ്, അത് മാറ്റുകയും വേണ്ട, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഈ സിനിമ തങ്കമണി എന്ന് പറയുന്ന ഗ്രാമത്തിന്, എന്ന് വെച്ചാൽ കേരളത്തിലെ നമ്മുടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്. ആ സ്ഥലത്ത് വന്ന ഒരു സങ്കടം അത് നമ്മൾ ലോകത്തിൻ്റെ മുമ്പിലേക്ക് എടുത്തുയർത്തുകയും നമ്മൾ ഈ സിനിമ ആ ഗ്രാമത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ പുതിയതായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അന്നും കാണാതെ കിടന്ന എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ
പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, എന്താണ് അവിടെ നടന്നത്, ആര് കാരണമാണ്, എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മൊത്തം കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ അടിക്കുന്ന ഗൂഗിളിൽ ഉണ്ടാവില്ല. നമ്മുടെ ഈ സിനിമയിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധായകൻ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, എന്താണ് ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല. അപ്പോൾ ആ ജിജ്ഞാസ എന്ന് പറയുന്ന സാധനം തന്നെയാണ്, അത് മനുഷ്യന് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഏത് സിനിമ വരുമ്പോഴും ഈ സിനിമയിൽ എന്താണ്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ആ ഒരു പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ഈ സിനിമ ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും ഒരു അവകാശവാദങ്ങളും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ കാണുക, ഇത് നമ്മൾ ഉണ്ടായ സംഭവമാണ്, പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾ കാണുക, അതേ നമ്മൾ പറയുന്നുള്ളൂ. അത് ഓർമ്മിപ്പിക്കണ്ട. അല്ല, ഒരു സിനിമയ്ക്ക് ഞാൻ ഓടിയതുകൊണ്ടൊരു സിനിമ ഓടുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വല്ലാത്തൊരു റിസർച്ച്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാ? അതല്ല, അത് ആ കണ്ടന്റ്, ആ സ്റ്റോറി എന്താവശ്യപ്പെടുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ്. പിന്നെ ഈ കഥയിൽ ചില സ്ഥലത്ത് നിന്ന് നമ്മൾ പറഞ്ഞിട്ട് ഓടേണ്ട അവസ്ഥകളുണ്ട്. അപ്പോൾ ഓടിയില്ലെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടിയുടെ പെരുന്നാളെന്ന് പറയുന്ന പല അവസ്ഥകളിൽ നമ്മൾ ചിലപ്പോൾ ഓടിയെന്നിരിക്കും. പ്രൊഡ്യൂസർ ഓടാതിരിക്കുക, പ്രൊഡ്യൂസർ ഡയറക്ടറെ ഓടിക്കാതിരിക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ്. അല്ല, ഈ ഇന്റർവ്യൂ കാണുമ്പം ഇനി വരുന്ന പ്രൊഡ്യൂസർമാർ രാവിലെ നിങ്ങളിങ്ങനെ ഒന്നും പറയരുത്, എല്ലാ പടത്തിലും എന്നിട്ട് ഓടിക്കും, അങ്ങനെ ഇയാൾ ഓടുന്ന സിനിമയല്ല ഓടുന്ന സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറയരുത്. അത് ആ സിനിമ ആവശ്യപ്പെടുന്ന ഓട്ടോ നമ്മൾ ഓടുന്നുള്ളൂ, ഏത് കഥയും. നമ്മൾ സീരിയസ് ആയിട്ടൊരു സിനിമ ചെയ്തിട്ട് അതെ 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 അങ്ങനെയൊന്നും പറയരുത്. നമ്മൾ ഇതിന് ഇപ്പം ബാന്ദ്രയ്ക്ക് തൊട്ട് മുമ്പ് വന്നത് കേശു വീടിൻ്റെ നാല വോയിസ് ഓഫ് സത്യനാഥൻ. അത് നിങ്ങൾക്ക് സമാധാനം സന്തോഷമൊക്കെ ഇടയ്ക്ക് തന്നതല്ലേ. അടുത്തത് പവി വരുന്നുണ്ട്. ഇതിന് ഒരു സമാധാനക്കേടുമില്ല, അങ്ങനെയൊന്നുമില്ല. ഹൈപ്പ് കുറവാണെന്ന് എന്നിട്ട് ഇതിൽ ഒരു മാസ് അങ്ങനത്തെ സിനിമയല്ല ഇത് മനുഷ്യ ജീവിതമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള, നമുക്കെല്ലാവർക്കും കുടുംബമുള്ളതല്ലേ. അപ്പോൾ കുടുംബമുള്ള എല്ലാവരും കാണേണ്ട ഒരു സിനിമ എന്നുള്ളതാണ് അതാ നേരത്തെ പറഞ്ഞത്. ഏത് നിമിഷത്തിൽ എന്താണ് നമ്മുടെ മുമ്പിലേക്ക് കയറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഒരു രാത്രിയിൽ നടക്കുന്നത്. അപ്പോൾ അത് പല ആൾക്കാരുടെ ജീവിതത്തിലും പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് നമ്മളെ വേട്ടയാടുന്നു എന്ന് പറയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ മനസ്സാവച്ചറിയാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് എവിടേക്ക് എന്തൊക്കെ എപ്പോഴാണ് വന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻസിഡൻ്റാണ്. പക്ഷേ ഇത് ഈ തങ്കമണി എന്ന് പറഞ്ഞ സിനിമയുടെ അനൗൺസ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളും ചർച്ച വന്നപ്പോഴാണ് പല ആൾക്കാരും അത് പോയി തങ്കമണി എന്താ നോക്കിയത്. അല്ലേ? ശരിയല്ലേ? അങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായിട്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ട് എന്താണെന്നുള്ളത് ഈ സിനിമയിലൂടെ നമ്മൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ഈ കട്ടപ്പനയിലെ ഈ തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ഒരു 3-3.5 ഏക്കർ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ടൗൺഷിപ്പ് അതിനോട് മാച്ച് ചെയ്ത് നമ്മൾ സെറ്റ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി അത് ചെയ്തതെല്ലാം മനോജ് ജഗതാണ്. അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ ചൗധരി സാറിൻ്റെ സൂപ്പർ ഗുഡ് ഫിലിംസും അതുപോലെ തന്നെ റാഫിക്ക ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി എല്ലാം ഓർഗനൈസ് ചെയ്ത് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ സുജിത്ത്, എല്ലാവരും ഈ സിനിമ ഗംഭീരമാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ഇതിൻ്റെ വിജയമാണോ പരാജയമാണോ ഏത് രീതിക്ക് ഈ സിനിമ പോകുന്നു നമുക്കറിയില്ല. നമ്മൾ ഈ സിനിമയെ സത്യസന്ധമായി ഇതിനോട് നീതി പുലർത്തി ഈ സിനിമ കൊണ്ടുവരുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അല്ലേ, നമ്മൾ ടച്ച് ചെയ്തിരിക്കുന്ന കോൺട്രവേഴ്സി സബ്ജക്റ്റിൽ തന്നെയാണ്. കോൺട്രവേഴ്സി അതുകൊണ്ടാണല്ലോ ആദ്യം തന്നെ കേസ് വന്നത്. ഇല്ലേ പിന്നെ അതൊന്നും വരില്ലല്ലോ. പക്ഷെ കേസ് അവന് വിജയിച്ചെങ്കിൽ തകർന്നു നമ്മൾ. കാരണം പേര് മാറ്റേണ്ടി വന്നു. എൻ്റെ പേരിടേണ്ടി തന്നെ തങ്കച്ചൻ.
അല്ല അങ്ങനെ പോകണം. നമുക്കേ താഴെ പോകണ്ടേ? നമുക്ക് താഴെ പോകണമെന്നല്ല, നമുക്ക് എന്താണ് ഓഡിയോ റിലീസിന് പോകണ്ടേന്നുള്ളൂ. 6:30 വെച്ചിരുന്നതാണ്. അപ്പോൾ നിർത്താം നമുക്ക്. അല്ലല്ല, വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? അവർ ഇത്രയും പേര് എല്ലാവരും കൂടി വന്നതല്ലേ. ഓ, അല്ല അത് നേരത്തെ പറഞ്ഞു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി 3-3.5 വർഷമായിട്ട് ഇത് റിസർച്ച് ചെയ്യുകയും തങ്കമണി പ്രശ്നത്തിൽ അന്നത് അനുഭവിച്ച ആളുകളെ നേരിട്ട് കാണുകയും ഇതിൻ്റെ പേരിൽ തന്നെ നാട് വിട്ടുപോയ ആളുകളുമായിട്ട് സംസാരിക്കുകയും സേനയിൽ റിട്ടയർഡായ ആളുകളായിട്ട് സംസാരിക്കുകയും അന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരായിട്ട് സംസാരിക്കുകയും അതിൽ എടുത്തു പറയേണ്ട ഒരു മാധ്യമപ്രവർത്തകൻ്റെ വേഷമാണ്. അതേ പേരിന് ചെറിയ വ്യത്യാസങ്ങൾ നടത്തിയിട്ടാണ് സിദ്ദിഖ് വേഷം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഇല്ലേ? അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വാല്യുബിൾ ഇൻഫർമേഷനും കാര്യങ്ങളും വെച്ചിട്ട് തന്നെയാണ് ഈ സിനിമ പ്രൊസീഡ് ചെയ്തിരിക്കുന്നത്. എല്ലായ്പ്പോഴും അങ്ങനെയാണല്ലോ. അത് തങ്കമണി സംഭവത്തെ അധികരിച്ച് മാത്രമല്ലല്ലോ നമ്മളത് ചർച്ച ചെയ്യണത്. അതൊരു വേറൊരു ഡിബേറ്റാണ് ഈ പറഞ്ഞ ഡെമോക്രസി എന്ന് പറയുന്നത്. എല്ലാ കാലത്തും ഈ പറഞ്ഞ വാക്ക് ഏതെങ്കിലുമൊക്കെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ബ്രാക്കറ്റിനുള്ളിൽ നിൽക്കുന്നതാണ്. അതൊരു തങ്കമണി സംഭവം വെച്ച് നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന, അത് വെച്ച് മാത്രം ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്നതേ അല്ല. ഡെമോക്രസി എന്ന വാക്ക് നമ്മൾ ജീവിക്കുന്ന ഈ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളിടത്തേക്ക് ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ മുതലേ അത് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതൊരു വലിയ വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എല്ലാ കാലത്തും അത് നമ്മുടെ ഡെമോക്രസിയെ നിയന്ത്രിക്കാനായി ചുമതലപ്പെടുത്തുന്നവർ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അത് കൈകാര്യം ചെയ്തിട്ടുള്ളൂ. അത് തങ്കമണി വെച്ച് മാത്രം ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സംതിങ് ഹ്യൂജ്. അത് എല്ലായ്പ്പോഴും അങ്ങനെയാണ്, താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് പിന്നെന്താണെന്ന് ചോദിച്ചാൽ ഈ നിലയിലൊന്ന് ആലോചിച്ച് നോക്കൂ. താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണോ അത് വർക്ക് ചെയ്യേണ്ടത്, ഡെമോക്രസി വർക്ക് ചെയ്യേണ്ടതെന്ന്? അങ്ങനെയല്ല. പിന്നെ എന്താണ് എനിക്ക് പറയാനുള്ള, ഈ തങ്കമണി സംഭവത്തെക്കുറിച്ച് പറയാനുള്ള കാര്യം, തങ്കമണി സിനിമയാകുമ്പോൾ നമ്മളെല്ലാവരും പല ഇൻ്റർവ്യൂവിലും പറഞ്ഞതാണ്, എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ഒരുപാട് ലേയേഴ്സുള്ള, ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ എക്സ്റ്റൻഷൻസ് ഉള്ള ഒരു സംഭവമാണിത്. ഞാനിത് സിനിമയാക്കാൻ തീരുമാനിക്കുമ്പോൾ, നമ്മൾ സിനിമയാക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ ആ സംഭവം എങ്ങനെ പോർട്രേറ്റ് ചെയ്യണം, ആ സംഭവത്തിൻ്റെ എന്ത് തിരഞ്ഞെടുക്കണമെന്ന ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ ആസ് എ ക്രിയേറ്റർ. ആ സ്വാതന്ത്ര്യം ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. തങ്കമണി സംഭവത്തിൻ്റെ കോർ അത് മാത്രമാണ് നമ്മൾ ഈ സിനിമയിൽ ഉപയോഗിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പിന്നീട് ഈ സംഭവം പലതരത്തിൽ സോഷ്യോ പൊളിറ്റിക്കലി ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അത് പൊളിറ്റിക്കലി വലിയ ടഗ് ഓഫ് വാറുകൾക്ക് വഴിവെക്കുന്നു. പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഇലക്ഷൻ ക്യാമ്പയിൻ ടൂളായി ഈ തങ്കമണി സംഭവം മാറുന്നു. അതിനും ശേഷം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെ ഒരുപാട് ലേയേഴ്സുള്ള, ഒരുപാട് എക്സ്റ്റൻഷൻസ് ഉള്ള ഒരു വലിയ സംഭവമാണിത്. പക്ഷേ ഹ്യൂമൻ ഇമോഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ മാത്രമാണ് ഞാൻ പരിഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുടക്കം ആദ്യ സീൻ മുതൽ അവസാന സീൻ വരെ തങ്കമണി സംഭവം നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയായിരിക്കില്ല ഇത്. മറിച്ച് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ആബേൽ ജോഷുവ മാത്തൻ എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതവും അയാളുടെ കുടുംബവും അയാളുടെ ജീവിത പരിസരവുമാണ് നമ്മൾ പറയുന്നത്. ആ ജീവിത പരിസരം എന്ന് പറയുന്നത് തങ്കമണിയാണ്. അപ്പോൾ ഹ്യൂമൻ ഇമോഷൻസിനെ, മാനുഷികമായ വികാരങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തങ്കമണി ഇഷ്യൂവിലെ കോറായിട്ടുള്ള ആ സംഗതിയെ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അതിരടി പടമൊന്നും അല്ല, മാസ് അടി വെടി റോക്കറ്റ് ലോഞ്ചർ അങ്ങനെയുള്ള പരിപാടികളൊന്നും നമുക്കില്ല. പറഞ്ഞില്ലേ, തങ്കമണി സംഭവം സിനിമയാകുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമെന്ന കാഴ്ചപ്പാടോടെ വരാതിരിക്കാൻ ശ്രമിക്കുക. ആ യൂട്യൂബ് വീഡിയോയിൽ കാണുന്ന, ഒരു പരിധിവരെ വിക്കിപീഡിയയിൽ പോലും കാണുന്ന, അല്ലെങ്കിൽ മറ്റ് പലതിലും കാണുന്നതൊന്നും അല്ല നമ്മുടെ സിനിമയിലുള്ളത്. അപ്പോൾ നമുക്ക് താഴെ ഓഡിയോ ലോഞ്ചിന് കാണാം. എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും നന്ദി. വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, ഒരുപാട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു, ഒക്കെ അറിയാം. അതിനിടയിൽ കൂടെ എനിക്ക് വയസ്സായിട്ടില്ല. പുറകെ വരും താമസിയാതെ. ഈ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞോട്ടെ.
വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.